ടിഷ്യൂ സാരീസ് ഇപ്പോൾ നമുക്ക് ഭയങ്കര ട്രെൻഡായിട്ടുള്ളൊരു ടിഷ്യൂ കാഞ്ചീപുരത്തിലാണെങ്കിലും സെമിയിൽ ടിഷ്യൂ വന്നാലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരീസാണ് ഇപ്പം നമുക്ക് ടിഷ്യൂ സാരീസ്. ഈവൻ ബ്രൈഡൽ കാഞ്ചീപുരത്തിൽ തന്നെ നമുക്ക് ടിഷ്യൂവിൻ്റെ നല്ല വെറൈറ്റി കളക്ഷൻസൊക്കെ ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതേ പാറ്റേണിൽ ഒരു സെമിയിൽ വന്നിരിക്കുന്ന ടിഷ്യൂവിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. ഇപ്പോൾ പല റേഞ്ചിലും പല പാറ്റേണിലും ഉള്ള സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം ടിഷ്യൂ ബ്ലെൻഡായിട്ടുള്ള സാരീസ്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിയാലോ. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു ലൈറ്റ് പേർപ്പിൾ ബോഡിയിൽ വന്നിട്ട് ഡാർക്ക് പേർപ്പിൾ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്ന സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3480. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ടിഷ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുമോ എന്നുള്ളത്. സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലല്ല, നല്ല സോഫ്റ്റായിട്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഉണ്ട് ഒരു ലൈറ്റ് പേർപ്പിൾ, പേർപ്പിളിൽ ടിഷ്യൂവും കൂടെ ബ്ലെൻഡായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ലൈറ്റ് പേർപ്പിൾ ആൻഡ് ഡാർക്ക് പേർപ്പിളാണ് അതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഉണ്ടോ ഓൾ ഓവർ നല്ലൊരു റിച്ച് ലുക്കാട്ടോ നമുക്ക് ഈ സാരി ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്ക് വരുന്ന സാരിയാണ്. സാരി നമ്പർ 1. മുന്താണി വരുമ്പോൾ മുന്താണിയും ഇതേപോലെ തന്നെ കണ്ടോ ഇതേപോലെ തന്നെ മുന്താണി വരും. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതുണ്ട് ആ പർപ്പിളിൽ ടിഷ്യൂ ബ്ലെൻഡായിട്ടുള്ള പർപ്പിൾ ടോൺ. അതിനകത്ത് നമുക്ക് ബോർഡർ വരുമ്പോൾ ഈ ഒരു ബോർഡർ നല്ല നമ്മുടെ കാഞ്ചീപുരം സാരീസിലൊക്കെ വരുന്ന അതേ ബോർഡറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. 3450 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ടിഷ്യൂ സാരീസ് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സാരീസാണ്. കോസ്റ്റ്ലി സാരീസിലാണെങ്കിലും അതെ, കുറഞ്ഞതിലാണെങ്കിലും അതെ. ഓൾ ഓവർ ദ ബോഡി നമുക്ക് ഈ ഒരു സെയിം ഡിസൈൻ തന്നെ കേട്ടോ. ടാസിൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഒതുങ്ങി കിടക്കുന്ന സാരീസുമാണ്. അടുത്തത് വരുന്നത് നോക്കിയേ, നല്ലൊരു ഒരു ഗോൾഡൻ ബേജ് ടോണിലേക്ക് വരുന്ന ഒരു സാരി. ഒരു ചെറിയൊരു ബ്രൗൺ ടിഞ്ചിലേക്ക് വരുന്ന ഒരു കളർ. അതിനകത്ത് ടിഷ്യൂവും കൂടെ ബ്ലെൻഡായിട്ട് വരുമ്പം എന്ന് വെച്ചാൽ ഭയങ്കര ബ്രൗൺ അല്ല, ഒരു ബേജിൻ്റെ തന്നെ അല്പം കൂടെ ഡാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഒരു ടോൺ. അതിനകത്ത് പർപ്പിളാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സാരി നമ്പർ 2. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ പർപ്പിളും ഗോൾഡനും കൂടെ ബ്ലെൻഡായിട്ടുള്ള ബ്ലൗസ്. നല്ല റിച്ച് ലുക്ക് ആട്ടോ ഈ ബ്ലൗസ് ആണെങ്കിലും അതെ, നല്ല റിച്ച് ലുക്കിൽ നിൽക്കുന്ന സാരി ആൻഡ് ബ്ലൗസ്. സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുമ്പോൾ നമുക്ക് അല്പം കൂടെ ബേജിൻ്റെ തന്നെ അല്പം കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ടോൺ. അതിനകത്ത് ഇതേപോലെ നമുക്കൊരു ഗ്രീനിഷ് ടോണിലേക്കാണ് ഈ ബോർഡർ വന്നിരിക്കുന്നത്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും അതേപോലെ ഗോൾഡൻ ആൻഡ് ഗ്രീൻ ബ്ലെൻഡ് ആയിട്ടുള്ള ടോണിലേക്ക് വന്നിരിക്കുന്ന ബ്ലൗസ്. എന്നിട്ട് സ്ലീവിൻ്റെ ഈ ഒരു ബോർഡറും വരും. നല്ലൊരു റിച്ച് ലുക്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സാരീസാണ്. ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുത്ത നല്ല സാരീസാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും. അടുത്തത് വരുന്നത് ഒരു പർപ്പിൾ ആൻഡ് ഗ്രേ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. ഇതേപോലെ ഒരു പർപ്പിൾ ആൻഡ് ഗ്രേ ബ്ലെൻഡ് ആയിട്ടുള്ള ടോൺ. അതിൻ്റെയും ബോർഡർ വരുമ്പോൾ സാരി നമ്പർ 4 ആണ്. ബോർഡർ വരുമ്പോൾ ഇതേപോലെ നമ്മുടെ ഒരു ഡീപ്പ് വയലറ്റ് ടോൺ. അതിനകത്ത് ഇതേപോലെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ വയലറ്റ് ആൻഡ് ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള ടോണിൽ സ്ലീവൻ്റെ ഈ ബോർഡർ വരും. സാരി നമ്പർ 4. അടുത്തത് വരുന്നത് നമ്മുടെ കാഞ്ചീപുരം ബ്രൊക്കേഡ് സാരീസിൻ്റെ ടിഷ്യൂ കാഞ്ചീപുരം ബ്രൊക്കേഡ് സാരീസിലൊക്കെ വരുന്ന പോലെ തന്നെ സാരി നമ്പർ 5. ഒരു ബ്ലൂയിഷ് ഗ്രേ ടോണാണ്. അതിനകത്ത് ഇങ്ങനെ ബ്ലൂ ടോണിൽ വന്നിരിക്കുന്ന ബ്ലൂ കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന വീവ് ഡിസൈനും ആ ഒരു ഗോൾഡൻ സെറിയുടെ വീവ് ഡിസൈൻ. ഇതിൻ്റെ ഗോൾഡൻ സെറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്ന മഞ്ഞ കളറിലുള്ളതല്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു സെറി വീവ് പാറ്റേൺ ആണ്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ആ ഒരു ബ്ലൂയിഷ് ബ്ലൂയിഷ് ടോണിലേക്ക് വന്നിരിക്കുന്ന ബ്ലൗസ്. ടിഷ്യൂവിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഇത് പ്ലെയിൻ ആട്ടോ ബ്ലൗസ്, പ്ലെയിൻ ബ്ലൗസ്. ഇത് സ്ലീവെൻറ്റിൽ വരും. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. ഇത് നമ്മൾ സാരി ഫസ്റ്റ് കുത്തുന്ന ഭാഗം, ഇത്രയും ഭാഗം മാത്രം നമ്മൾ ഫസ്റ്റ് കുത്തുന്ന അത്രയും ഭാഗത്ത് ഈ ബ്രൊക്കേഡ് വീവ് അല്ല, ജസ്റ്റ് സ്ട്രൈപ്സ് പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് കാണില്ല കേട്ടോ, നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ കുത്തുന്ന പോർഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അടുത്തത് വരുന്ന അതിൻ്റെ ഒരു നല്ലൊരു പിങ്കും പർപ്പിളും കൂടെ ചേർന്ന ഒരു ഷെയ്ഡ്. ഇതാണ് സാരി വരുന്നത്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ആ പിങ്ക് ആൻഡ് പർപ്പിൾ ചേർന്നിട്ടുള്ള ഷെയ്ഡിൽ വരുന്ന ബ്ലൗസ്. ഇതിനകത്ത് ഇതാണ് സ്ലീവെൻറ്റിൽ ബോർഡർ വന്നിരിക്കുന്നത്.
2150 2150. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഗ്രീനിഷ് ടോൺ. ഇതേ ഒരു ഗ്രീനിഷ് ടോണിൽ അല്പം കൂടെ ഡാർക്ക് ഗ്രീനിലേക്ക് വരുന്ന ബ്രൊക്കേഡ് വ്യൂ പാറ്റേൺ. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രീനിഷ് ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ്. സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും വരും. ഇങ്ങനെ ഓൾ ഓവർ ദ ബോഡിയിൽ നമുക്ക് ഈ ഒരു എല്ലാ സാരിയുടെയും ഇങ്ങനെ തന്നെയാണ് ഓൾ ഓവർ ദ ബോഡി നമുക്ക് ഈ ഒരു വീവ് ഡിസൈൻ. നല്ല റിച്ച് ലുക്കിൽ നിൽക്കുന്ന സാരീസാണ് നമ്മളൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ എടുത്താലും. അടുത്തത് വരുന്നത് നമുക്ക് ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള സാരി. ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സാരി നമ്പർ 8 ഒരു സഫയർ ഗ്രീൻ ടോണിലേക്ക് ഇത് ഇങ്ങനെയൊരു ഡിസൈനാണ് വരുന്നത്. ബോർഡറിലും 2 ബോർഡറും ഇതേപോലെ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1690. മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ വിത്ത് സ്ലീവ് ആൻഡ് ബോർഡറിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഒരു സഫയർ ബ്ലൂ കോമ്പിനേഷനിലേക്ക് വരുന്ന സാരി നമ്പർ 8. സാരി നമ്പർ 9 വരുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ടോൺ. ഗ്രീനിൽ ഇത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ബോർഡർ ഡിസൈനും ബോഡിയിലെ ഡിസൈനും ഡിഫറെൻ്റ് ആണ്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ അല്ല, ഇതിനകത്തൊരു ബ്രൊക്കേഡ് വ്യൂ പാറ്റേൺ വന്നിരിക്കുന്ന ബ്ലൗസ് 1690. ഇതൊക്കെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് എടുത്താൽ നല്ലൊരു റിച്ച് ലുക്കിൽ. ഇതേപോലെ തന്നെ നമുക്ക് കാഞ്ചീപുരത്തിലും വരുന്നുണ്ട്. കാഞ്ചീപുരത്തിലും നമുക്ക് ഇതേപോലെ ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള സാരീസ് വരുന്നുണ്ട്. അടുത്തത് വരുന്നതും സാരി നമ്പർ 10. ഇതേ ഗ്രീനിൻ്റെ തന്നെ അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ. സാരി നമ്പർ 10. അപ്പോൾ സെയിം ഗ്രീനിൽ സ്ലീവ് ആൻഡ് ബോർഡർ വന്നിരിക്കുന്ന ബ്ലൗസ്. സാരി നമ്പർ 10. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഉടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കുന്ന സാരീസാണ്. സാരി നമ്പർ 11 വരുമ്പോൾ ഒരു ബേജ് ഒരു ഗോൾഡൻ ഷെയ്ഡ് എന്ന് പറയും. ഗോൾഡൻ ഷെയ്ഡ്. സാരി നമ്പർ 11 നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഗോൾഡൻ. സാരി നമ്പർ 12 ഒരു അല്പം ലാവൻഡർ ചേർന്ന ഒരു പിങ്ക്. സാരി നമ്പർ 12 ലാവൻഡർ ചേർന്ന ഒരു പിങ്ക്. സാരി നമ്പർ 12. ഇതെല്ലാം 1690 അടുത്ത് വരുന്ന നേവി ബ്ലൂ സാരി നമ്പർ 13. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. നല്ല ഉടുത്താൽ ഒതുങ്ങിയിരിക്കുന്നത് നമുക്ക് തന്നെ ഉടുക്കാൻ പറ്റുന്ന സാരീസാട്ടോ ഇതൊക്കെ. സാരി നമ്പർ 13. സാരി നമ്പർ 14 വരുമ്പോൾ ഒരു ഗ്രീൻ. സാരി നമ്പർ 14. സാരി നമ്പർ 15 വരുമ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ബോർഡർ വരുന്നത്. ബോഡിയിൽ ഇതേപോലെ ഡിസൈൻ വരും. സാരി നമ്പർ 15. അടുത്തത് വരുന്നത് ഇതൊരു നല്ലൊരു ഡിഫറെൻറ്റ് ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടോ. ഈ ബിറ്റ്വീൻ കാണുന്ന ഒരു കളറില്ലേ, ഇതാണ് ഒരു ബ്ലൂ ഷെയ്ഡ്. അതിൻ്റെ ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെയാണ് ചെറിയ കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ. നല്ല ഒരു ബാവഞ്ചി സ്റ്റൈൽ ബോർഡറും വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1750. മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ബാവഞ്ചി സ്റ്റൈലിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. 1750. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ടിഷ്യൂ ബ്ലെൻഡ് ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ വഴി കൊടുത്തിട്ടുണ്ടാവും. താങ്ക്